ഹലോ ഫ്രണ്ട്സ്, രാവിലെ തൊട്ട് തൊണ്ടയ്ക്കൊരു കിച്ച് കാരണം രാവിലെ തൊട്ട് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം വരും. അതിൻ്റെ കൂടെ തന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തേക്ക് ഇന്ന് ദോശയും ബീഫ് കറി ആക്കാമെന്ന് വിചാരിച്ചു. സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കറി വാങ്ങിക്കുകയായിരുന്നു. ബീഫ് കറി ആയിരുന്നു വാങ്ങിച്ച കറി അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചധികം വർഷങ്ങളായിട്ട് എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അലർജി എന്നൊക്കെ പറയാം. കുറച്ചധികം വർഷങ്ങളായി. കഴിക്കുമ്പോൾ എന്തോ ഒരു നെഞ്ചെരിച്ചിലോ പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ ബീഫ് കഴിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്തോ കഴിക്കുന്നതിൻ്റെ ഭാഗ്യമാണോ എന്നറിയത്തില്ല, ചെല്ലുന്നിടത്തെല്ലാം ബീഫ് കാണാറുമുണ്ട്. പക്ഷേ അത് കഴിച്ചു തുടങ്ങിയത് കൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിളാണോ, കഴിക്കുന്നതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടത്. പിന്നെ ഇതിപ്പോൾ കുറച്ച് നാളായില്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ബീഫ് ഉണ്ടാക്കുന്നതിൽ അത്ര എക്സ്പെർട്ടൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാറുമില്ല. എണ്ണ വേണ്ടപ്പം പുറത്തുനിന്ന് ഫുഡും കഴിക്കാറാണ് പതിവ് വാങ്ങിച്ചിട്ട്. ഇങ്ങനെ ബീഫ് ഇഷ്ടമായിട്ടും കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവർ പതുക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കുക എന്നെ പോലെ. പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കഴിക്കാമല്ലോ. പിന്നെ ഇങ്ങനെ അലർജി വരാനുള്ള കാരണം എന്താണെന്ന് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ അറിയാത്തവർക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ അത്. അതുപോലെ തന്നെ പിന്നെ കുറച്ചധികം ഫുഡുണ്ട് ഇങ്ങനെ അലർജി വരുന്ന ടൈപ്പ് ഫുഡ്. അങ്ങനെ പറഞ്ഞിരുന്ന ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് ദോശ വരുമ്പോഴേക്കും ചൂടോടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ബീഫ് കറി ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തെ പണിയെല്ലാം കഴിയും. അങ്ങനെ ബീഫ് കറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ വന്നപ്പോഴേക്കും ഏട്ടനാണ് ദോശ ഇട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.